ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് അയില ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ അയിലയൊക്കെ കിട്ടിയപ്പോഴേ ഞാൻ കരുതിയതാണ് കേട്ടോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. ഫസ്റ്റ് തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതും കൂടി ആ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ ഒരു മിക്സ് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന അയലകൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അയലകളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രേവി നമ്മൾ ഫിഷിലേക്ക് നന്നായിട്ട് പിടിച്ച് വറ്റി വരുന്ന ഒരു പാകം കേട്ടോ, അതുവരെ കുക്ക് ചെയ്യണേ. നമ്മളുടെ ഈ ഒരു ഗ്രേവിയുടെ ആ ഒരു ഫ്ലേവർ നമ്മൾ ഫിഷിലേക്ക് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഷ് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ ഫിഷും നല്ല പാകത്തിന് വെന്ത് കിട്ടുമേ. അപ്പം വരുന്നൊരു സ്മെല്ലുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. സാധാരണ മീൻ പൊരിക്കുന്നതിനെക്കാട്ടിയും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈക്ക്. ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. എന്നെപ്പോലെ ഇതുവരെയും ട്രൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് സാധാരണ മീറ്റിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫിഷാണ്. അതുകൊണ്ടാണെന്നൊന്നറിയില്ല, എനിക്ക് ഈ റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഫിഷ് ഫ്രൈ വൈറ്റ് റൈസിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോംബോ ആണ്. അപ്പം ഞാൻ ഈ റെസിപ്പി ഇന്ന് ട്രൈ ചെയ്യുന്നത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒപ്പമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.